നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറിലുള്ള ആളുകളായിക്കോട്ടെ, അതുപോലെ മാരീഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് കൂളാക്കി വെച്ച് പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ഓക്കെ. നൈറ്റ് ഓഫ് സോർട്സ് എനർജിയാണ്. ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷന് വേണ്ടിയിട്ടൊരു ഡിസിഷൻ എടുക്കാൻ റെഡിയാണ് എന്നാണ് കാണിക്കുന്നത്. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ലെസ് കോണ്ടാക്ട് ആയിക്കോട്ടെ, ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും അവർ ഈ റിലേഷന് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നതെന്ന് കാണിക്കുന്നത്. അവർ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലോട്ട് മാറി എന്നാണ് കാണിക്കുന്നത് കേട്ടോ. 5 ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ നിന്ന് സത്യത്തിൽ ഈ റിലേഷനിൽ നിന്ന് മാറി നിൽക്കുന്നതിന്റെ വിഷമം അവർക്കുണ്ട്. കാരണം അവരും ഈ റിലേഷനിൽ നിന്ന് മാറി നിൽക്കുന്നതിന് ഒരു കാരണമാണ് എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട്. കാരണം അവർക്കറിയാം അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു ഇഷ്യൂ ആയിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് മാത്രമല്ല തെറ്റ് വന്നിട്ടുള്ളത്, അവരുടെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവരും ഈ റിലേഷനിൽ ഒരു സെപ്പറേഷൻ വന്നതിൽ ഒരു റീസൺ ആണ് എന്നുള്ളത് അവർക്കറിയാം എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര വിഷമമുണ്ട്. അവരുടെ ഭാഗത്തും ഒരു മിസ്റ്റേക്ക് വന്നതിൽ അവർക്ക് വിഷമമുണ്ട് എന്നാണ് കാണിക്കുന്നത്. സെവൻ ഓഫ് സോഴ്സ് എനർജിയാണ്. ഇവിടെ ഒരു ചീറ്റിംഗ് എനർജി. നിങ്ങൾ അവരെ ചീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് അവർക്ക് ഭയങ്കരമായിട്ട് നിങ്ങളെ കുറിച്ച് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ അവരെ ചീറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ടല്ല ഈ റിലേഷനിൽ നിൽക്കുന്നേ എന്നുള്ള ഒരു ചിന്ത അവരെ എപ്പോഴും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ചീറ്റ് ചെയ്യുന്നില്ലായിരിക്കാം, പക്ഷെ അവർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. എപ്പോഴും അവരാഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ നിൽക്കുന്നില്ല എന്നുള്ള ചിന്ത. അതുപോലെ അവർക്ക് പാസ്റ്റിൽ അവരുടെ ലൈഫിൽ ഒരു റിലേഷൻ ഉണ്ടാവുകയും അതിൽ നിന്ന് ചീറ്റിംഗ് നേരിടുകയും ചെയ്തത് കൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്. നിങ്ങൾ അവരെ ചീറ്റ് ചെയ്യുകയാണോ എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അത് ഈ റിലേഷൻഷിപ്പിനെ ഭയങ്കരമായിട്ട് ബാധിച്ചു എന്നാണ് കാണിക്കുന്നത്. ടെമ്പറൻസ് എന്ന് കാണിക്കുന്നുണ്ട്. ഈ റിലേഷനിൽ ഒരു ബാലൻസ് വേണം. അവർക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഈ ഒരു നെഗറ്റീവ് തോട്ട് കാരണം, അല്ലെങ്കിൽ അവര് ഈ റിലേഷനിൽ നിങ്ങൾ അവരെ ചീറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നത് കൊണ്ട് അങ്ങനെ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അവര് നിങ്ങൾ ചീറ്റ് ചെയ്യുകയാണെന്നുള്ള രീതിയിലൊക്കെ അവരുടെ സംസാരം അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം, അവരുടെ മനസ്സിൽ വരുന്ന ഓരോ ചിന്തകളും അവർ തോന്നുന്ന പോലെ നിങ്ങളോട് പ്രകടിപ്പിക്കുന്നു. അല്ലെങ്കിൽ അവർക്ക് വരുന്ന നെഗറ്റീവ് ചിന്തകളൊക്കെ നിങ്ങളിൽ അവരെ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ അവരെ ചീറ്റ് ചെയ്യാണ് എന്നുള്ളതൊക്കെ അവർക്കിങ്ങനെ അങ്ങനെയുള്ള തോട്ട് വരുന്നത് അത് നിങ്ങൾ അങ്ങനെ തന്നെയാണ് എന്നുള്ളത് അവർ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ അവർക്ക് അറിയാം അത് അങ്ങനെയല്ല എന്നുള്ളത്. അവരുടെ മനസ്സ് പറയുന്നുണ്ട് അങ്ങനെയല്ല, പക്ഷെ അവരുടെ എക്സ്പീരിയൻസ് ആയിരിക്കാം, അവരുടെ ലൈഫിൽ അവർ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം കൂടുതൽ നേരിട്ടിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ടാണ് അവരങ്ങനെ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ഡെത്ത് ആൻഡ് റീബർത്ത് എന്നാണ് കാണിക്കുന്നത്. ഇത് ഇവിടെ വെച്ച് നിർത്താം. ഇങ്ങനെയൊരു ചീറ്റിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെയൊരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നുള്ള രീതിയിലാണ് അവർ റിലേഷനിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത്. മാറി നിൽക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് സത്യത്തിൽ ഈ റിലേഷന്റെ കാര്യത്തിൽ എന്താണ് ഇവര് ഇങ്ങനെയൊരു ഡിസിഷൻ എടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. അതുപോലെ നിങ്ങളോട് ചിലപ്പോൾ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ അവർ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയി, ലെസ് കോണ്ടാക്റ്റിലോട്ട് പോയി എന്നാണ് കാണിക്കുന്നത്. അവരുടെ ഒരു നെഗറ്റീവ് ചിന്ത കാരണം അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ തോന്നിയത് കാരണം അവർ മാറി നിന്നു എന്നാണ്.
എന്നാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ആയി നിൽക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പിൽ റീസ്റ്റാർട്ട് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. അവർ ഈ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾ കരുതി കാണും ഈ റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് വരില്ല, അല്ലെങ്കിൽ ഇതിൽ ഇനിയൊരു റീസ്റ്റാർട്ട് ഇല്ല എന്ന് കരുതിയിടത്ത് നിന്ന് ഒരു റീസ്റ്റാർട്ട് ഈ റിലേഷൻ വരുന്നതായിട്ടാണ് കേട്ടോ. ദ മജീഷ്യൻ കാർഡാണ്. ഒരു മിറാക്കിൾ സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ റിലേഷനിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു മിറാക്കിൾ സംഭവിക്കുന്നു എന്നാണ്. ഇത് എൻഡായി പോയി എന്നുള്ള രീതിയിൽ നിരാശപ്പെട്ട് നിങ്ങൾ ഇട്ട എഫേർട്ടിന് ഒരു കാര്യം ഉണ്ടായില്ല. നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തുനിന്ന് ഒരു ന്യായം പോലും നിങ്ങൾക്ക് കിട്ടിയില്ല. അത് എന്തുകൊണ്ടാണ് ഈ റിലേഷൻ വിട്ട് അവർ പോയത് എന്ന് അറിയാൻ പോലുള്ള ഒരു അവകാശം ഇല്ല എനിക്ക് എന്നുള്ള രീതിയിൽ അത്രയും നിങ്ങൾ വിഷമിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ പേഴ്സൺ എന്തുകൊണ്ട് എന്നോട് ഈ റിലേഷൻ എൻഡാക്കുന്നു എന്ന് പോലും പറയാതെ പോയി എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഗിൽറ്റി ഫീലിംഗ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ അതിൽ ഒരുപാട് വിഷമിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത് ഈ റിലേഷനിലൊരു മാജിക്കായിട്ട് അല്ലെങ്കിൽ ഒരു മിറാക്കിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്നതായിട്ട്, ഒരു റീബർത്ത് വരുന്നതായിട്ട്, അല്ലെങ്കിൽ ഒരു റീസ്റ്റാർട്ട് ഈ റിലേഷനിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും ഈ റിലേഷൻ വിട്ടു പോകാൻ അവർക്ക് പറ്റില്ല. അവർക്ക് അവരുടെ നെഗറ്റീവ് തോട്ട്സ് കൊണ്ടാണ് ഈ റിലേഷൻ ഇങ്ങനെ ആയതെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതിലൊരു റീസ്റ്റാർട്ട് ഉണ്ട് എന്ന് കാണിക്കുന്നത് കേട്ടോ. ലവേഴ്സ് കാർഡാണ്, കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഈ ഒരു ലവേഴ്സ് കാർഡ് നിങ്ങളുടെ റിലേഷൻ അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻ ആണെന്നുള്ളത് വീണ്ടും കാണിക്കുകയാണ്. അവർക്ക് ഒരിക്കലും നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ നിന്ന് പുറത്തു കിടക്കാൻ വേണ്ടി പറ്റില്ല. ഇമോഷണലി ആയിക്കോട്ടെ, ഫിസിക്കലി ആയിക്കോട്ടെ, എല്ലാ രീതിയിലും നിങ്ങൾ തമ്മിൽ അത്രയും ബോണ്ടിങ് ഉള്ള ഒരു റിലേഷനാണ് ഇത് എന്നാണ് കാണിക്കുന്നത്. ഈ ഒരു പേഴ്സന്റെ നെഗറ്റീവ് മൈൻഡ് സെറ്റ് മാത്രമാണ് ഇവിടെ ഈ റിലേഷനെ ഒരു ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലോട്ട് കൊണ്ട് എത്തിച്ചത്. ഓക്കെ, അപ്പോൾ ആ കാര്യം അവർക്ക് അറിയുകയും ചെയ്യാം. അത് ഇവിടെ ഈ റിലേഷനിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് അവരതുകൊണ്ട് തന്നെ ഒരുപാട് ഡിസ്റ്റർബ്ഡും ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. പ്രൊട്ടക്റ്റഡ് എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, ഇത് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള രീതിയിൽ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ അവർ തയ്യാറാവുന്നു എന്നാണ് കാണിക്കുന്നത്. നിങ്ങളെ വിട്ട് കളയാൻ അവർക്ക് തോന്നുന്നില്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ. യു ആർ മൈൻ എന്നാണ് പറയുന്നത്. നിങ്ങൾ അവരുടെയാണ് എന്നുള്ളത് അവർ സ്ട്രോങ് ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ അവർ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാണിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് നെഗറ്റീവായി എന്തൊക്കെ ചിന്തിച്ചാലും നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനത്തിലോട്ട് അവരെത്തി എന്നാണ് കാണിക്കുന്നത്. അൺസ്പോക്കൺ എന്നാണ് കാണിക്കുന്നത്. അവർക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളോട് എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് ഈ റിലേഷനിലോട്ട് ഇനി തിരികെ വരേണ്ടത് എന്ന് അവർക്ക് അറിയില്ല. എങ്ങനെ നിങ്ങളെ സംസാരിച്ച് ഓക്കെ ആക്കി എടുക്കും എന്നും അവർക്കറിയില്ല. സത്യം പറഞ്ഞാൽ അതാണ് മെയിനായിട്ട് ഇവിടെ ഒരു എന്താ പറയുക തടസ്സമായിട്ട് നിൽക്കുന്നത്. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും ഈ റിലേഷൻ, ഇനി ഒരു റീസ്റ്റാർട്ട് എങ്ങനെ ചെയ്യും എന്ന് അവർക്കറിയില്ല. കാരണം മിസ്റ്റേക്ക് അവരുടെ ഭാഗത്ത് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഈ റിലേഷൻ റീസ്റ്റാർട്ട് ചെയ്യാൻ എങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എങ്ങനെ വരും, നിങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള ബുദ്ധിമുട്ട് അവർക്ക് ഭയങ്കരമായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ഹോപ്പ്ഫുൾ എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷനിൽ ഒരു ഹോപ്പ് അവർക്കുണ്ട്. മുൻപോട്ട് ഇതിലൊരു റീസ്റ്റാർട്ട് ഉണ്ട്. നല്ലൊരു ബോണ്ടിങ്ങിലോട്ടും നല്ലൊരു റിലേഷനിലോട്ട് ഇനിയും കൊണ്ടുപോകാൻ പറ്റും, ഈ റിലേഷൻ ഇനിയും ശരിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഹോപ്പ് നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു റിലേഷന്റെ കാര്യത്തിലുണ്ട് എന്നാണ് കാണിക്കുന്നത്. ലവ് എന്നാണ് വന്നിട്ടുള്ളത്. ഈ റിലേഷനിൽ അവർ അത്രയും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ സ്നേഹം കൂടുമ്പോഴാണ് ഈ ഒരു പൊസസീവ്നെസ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ട സിറ്റുവേഷനൊക്കെ വരുന്നത്. ഓക്കെ, അവർ അത്രയും പൊസസീവ് ആണ് നിങ്ങളുടെ കാര്യത്തിൽ എന്നാണ് കാണിക്കുന്നത്. അത്രയും അവർ നിങ്ങളെ സ്നേഹിക്കുന്നു, ലവ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളോട് അവർക്ക് അത്രയും സ്നേഹമുണ്ട്. ആ ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ ആ ഒരു ഡെപ്തിലുള്ള സ്നേഹം, ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാണ് അവർക്ക് നിങ്ങളോടുള്ളത് എന്നാണ് കാണിക്കുന്നത്. തിങ്കിങ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് അവർ തിങ്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്തുകൊണ്ട് അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുണ്ടായിട്ടുള്ള എല്ലാ സമയങ്ങളും നല്ല നല്ല മൊമെന്റ്സും അവരുടെ മനസ്സിലൂടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം.
ട്രസ്റ്റ് എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷൻഷിപ്പിൽ ഒരു ട്രസ്റ്റ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്, അല്ലെങ്കിൽ ട്രസ്റ്റ് എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷനിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള കണക്ഷനിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. അവര് ഈ റിലേഷനിലോട്ട് തിരികെ വരുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. ഇതിവിടെ എൻഡായി പോകുന്ന ഒരു റിലേഷൻ അല്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ലുക്ക് ഫോർ എ സൈൻ എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ റിലേഷന്റെ നല്ലൊരു മൊമെന്റ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ റിലേഷനിൽ വരുന്ന ചേഞ്ചസ്, ഈ റിലേഷനിൽ ഒരു മിറാക്കിൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ സയൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ യൂണിവേഴ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിന്റെ സയൻസ് ലഭിക്കും എന്നുള്ളതാണ് കേട്ടോ. ഫോർഗീവ്നെസ് എന്നാണ്, നിങ്ങൾ അവരോട് ക്ഷമിക്കാൻ വേണ്ടി തയ്യാറാവുക. അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ അവരോട് ക്ഷമിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ഗെറ്റ് മോർ ഇൻഫോർമേഷൻ എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. എന്തൊക്കെയാ അവരുടെ ഈ റിലേഷനിലോട്ട് അവർ വരാൻ ആഗ്രഹിക്കുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക്, അതായത് മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റും. അതുപോലെ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള മെസ്സേജസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. മകീര്യം, ലെറ്റർ എഫ്, ലെറ്റർ സി, ഏപ്രിൽ 1991, ലെറ്റർ എം, ജനുവരി, ലെറ്റർ ജെ, പൂരുട്ടാതി, തിരുവോണം, ലെറ്റർ ബി, മകം, തൃക്കേട്ട, ഉത്രാടം, ലെറ്റർ ആർ, 1988, ലെറ്റർ എസ്, വിശാഖം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.